മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് തയ്യാറാക്കുന്നത്. അതിന് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ചക്കപ്പഴം കൊണ്ടുള്ള കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ കേക്കിന് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ക്യാരമൽ ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ഷുഗറാണ്. ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ സാധാരണ വൈറ്റ് ഷുഗർ എടുത്താലും മതി. ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അത് 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഇതൊന്ന് കട്ടിയായതുപോലെ തോന്നും, പക്ഷേ ഇതൊന്ന് മെൽറ്റായിട്ട് വന്നോളും. നമ്മളിത് കാരമലൈസ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ചക്കപ്പഴം കൊണ്ടുള്ള കേക്കാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇത് ഞാൻ നാട്ടിൽ നിന്നും വന്നപ്പോൾ ചക്കപ്പഴം വരട്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അതായത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ഇത് ഫ്രീസറിലാണ് നമ്മൾ വെക്കുന്നത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് പാനിലിട്ട് ചൂടാക്കിയെടുക്കാം. ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് 1/4 കപ്പ് ചക്കപ്പഴത്തിൻ്റെ ഒരു പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതുപോലെ ചക്കപ്പഴം വരട്ടിയെടുത്തുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് പിന്നീട് അതുകൊണ്ട് ഹലുവയോ അല്ലെങ്കിൽ അടയോ എന്ത് വേണേലും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ഷുഗർ വേണേലും എടുക്കാം. ഇതിലേക്ക് 2-3 ഗ്രാമ്പു ഇട്ട് കൊടുത്ത് നന്നായിട്ടിതൊന്ന് പൊടിച്ചെടുക്കാം. ഗ്രാമ്പു മാത്രം ചേർത്താൽ മതി. നമ്മൾ പ്ലം കേക്കിലൊക്കെ ചേർക്കുമ്പോൾ പഞ്ചസാരയിൽ ഇതുപോലെ ഗ്രാമ്പു ചേർത്ത് പൊടിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിതിലേക്ക് മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോറും കൊണ്ട് വേണമെങ്കിലും തയ്യാറാക്കാം. 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. പൊടികൾ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കേക്കിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ മിക്സിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയും വാനില എസൻസും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ളത് അല്പം ഓയിലാണ്. ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഓയിലും കൂടി ചേർത്ത് നമ്മൾ വീണ്ടും ഇതൊന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ക്യാരമൽ ചെയ്തെടുത്തത് 1/2 കപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് ചക്ക പേസ്റ്റും എടുത്തിട്ടുണ്ട്. പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അല്പം കാഷ്യൂ നട്ട്സ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂ നട്ട്സിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും നട്ട്സ് വേറെ ചേർക്കണമെങ്കിൽ അത് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനായിട്ട് എടുക്കാം. ഇന്നൊരു ബൗളിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചക്കപ്പഴത്തിൻ്റെ പേസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരുന്നത് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ചക്കപ്പഴം പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ചക്ക കിട്ടുകയാണെങ്കിൽ ആ ചക്കപ്പഴം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. ഇത് ഫ്രഷ് ചക്ക ഇല്ലാത്തപ്പോൾ നമ്മൾ ചക്കപ്പഴമൊക്കെ ഇതുപോലെ വരട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ വരട്ടി വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇങ്ങനെ ചേർത്തിട്ട് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരമൽ ചേർത്ത് കൊടുക്കാം. ക്യാരമൽ നമ്മൾ ചേർക്കുന്നത് ഈ കേക്കിന് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ക്യാരമൽ തയ്യാറാക്കി എടുക്കുന്ന ആ കളർ അനുസരിച്ചിരിക്കും ഈ നമ്മുടെ കേക്കിൻ്റെ ഈ കളറ്. ക്യാരമൽ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്തവർക്ക് എളുപ്പത്തിൽ തന്നെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ മിക്സിയിൽ നമ്മളിത് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ കേക്ക് നമ്മൾ തയ്യാറാക്കാൻ ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ ഒരു അലൂമിനിയം പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം.
ബാക്കിയുള്ള പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടിയൊക്കെ ചേർത്ത് നമ്മൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് അല്പം കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിരുന്നു. ആ കാഷ്യൂ നട്ട്സിലേക്ക് 1 സ്പൂൺ മൈദ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ഇതിലേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത് നമ്മളിത് കേക്ക് തയ്യാറാക്കുമ്പം ഈ കാഷ്യൂ നട്ട്സൊക്കെ അതിൻ്റെ അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത് ഈ ഒരു ടിന്നിലാണ്. ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഞാൻ ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊരല്പം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാനായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം ആൽമണ്ട് എടുത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സോ റൈസിൻസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ആൽമണ്ടാണ് വെക്കുന്നത്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത് അലുമിനിയം പാത്രത്തിലാണ്. ഇനി അതിനായിട്ട് പാത്രം ഞാൻ നേരത്തെ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. പാത്രത്തിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ അടച്ച് വയ്ക്കുന്ന അടുപ്പിന് ഒരു ചെറിയ ഹോൾ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു 50 to 60 മിനിറ്റ്സ് വെച്ച് കൊടുക്കണം. നമ്മുടെ സ്റ്റൗവിൻ്റെ ഹീറ്റ് അനുസരിച്ചായിരിക്കും ഇത് പാകമാവുന്നത്. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് 60 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗവിൽ വെച്ച് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഒരു കത്തി വെച്ചിട്ടൊന്ന് വെടിയിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ചക്കപ്പഴമൊക്കെ നിങ്ങൾ വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ചക്കപ്പഴം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.